മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ പറയാനായിട്ട് പോവുകയാണ്. വളരെ വ്യക്തമായി തന്നെ നിങ്ങളത് കേൾക്കുക. ഇപ്പോൾ മിഥുനം രാശിയിൽ തന്നെ ഇരുന്ന ചൊവ്വ ഭഗവാൻ വക്രഗതിയൊക്കെ മാറി രാശിയുടെ 2ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ച് പോയ ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദേഷ്യ ഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ജോലിയിടങ്ങളിലൊക്കെ പോകുവാനായിട്ട് എന്നുള്ളതാണ് ആദ്യമായി പറയേണ്ടത്. ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിച്ച് വന്നവർ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി വേണം നിങ്ങളുടെ സഞ്ചാരപാത മാറ്റിക്കൊണ്ടുവരുവാനായിട്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ദ്രോഹമാണ്. അതായത് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും അവിടെയൊക്കെ നിങ്ങൾ ദ്രോഹം ചെയ്ത ഒരു നിലയിലായിരിക്കും അവർ കാണുക. ഇവിടെ എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് ആൾക്കാരെയൊന്നും തന്നെ പറയുവാനായിട്ടില്ല. എല്ലാവരുടേതായ മനോഭാവത്തിലും നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനം ആയിരിക്കും അവർക്കുണ്ടാവുക. കാരണം നന്മകൾ വേണം, എന്നാൽ അവരുടേതായ തിന്മകളൊക്കെയും നിങ്ങൾ ചുമക്കേണ്ട ഒരു സാഹചര്യം. ഇതിൽ പ്രത്യേകതയൊന്നും തന്നെയില്ല. ഇത് നക്ഷത്രങ്ങളുടേതായ ആ ഒരു പ്രഭാവം കൊണ്ടല്ല നിങ്ങൾക്കുണ്ടാകുന്നത്. രാശിയുടേതായ ആ ഒരു പ്രഭാവമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നടത്തി തരുന്നത്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാവും നമുക്ക് ദ്രോഹം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോവുക? ഇതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ നല്ലത് നടക്കണം എന്ന ചിന്തയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അതിനാൽ തന്നെ പൂർണ്ണമായും ഈ വീഡിയോ കാണുക. ഈ വരുന്ന ഏപ്രിൽ മാസം 14-ാം തീയതി വരെ എല്ലാ കാര്യത്തിലും വളരെ ഏറെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങളൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ട്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ ആപത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടി സ്വയം രക്ഷ കരുതി വേണം എല്ലാ കാര്യത്തിലും ഇടപെടുവാനായിട്ട്. വരവൊക്കെ ഉണ്ടാവും, പക്ഷേ വരവിൻ്റെ ഇരട്ടി ചിലവായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക. അതായത് നമുക്ക് ധനമൊക്കെ ധാരാളം വരുന്ന സാഹചര്യങ്ങളുണ്ടാവും, പോക്കറ്റ് ഒഴിയാതെയൊക്കെ വരും, പക്ഷേ വരുന്ന പണത്തിൻ്റെ ഇരട്ടി ചിലവായി പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ വരും എന്ന ചിന്തയോടുകൂടി അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ അതായത് ചിലവാക്കിക്കൊണ്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ശുക്രഭഗവാൻ ധാരാളം ധനമൊക്കെ നൽകും, പക്ഷേ അതുപോലെ തന്നെ ചിലവാക്കുന്ന ഒരു പ്രവണതയും അദ്ദേഹം ചെയ്യിപ്പിക്കുന്നതാണ്. മിഥുനം രാശിക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ, നല്ല കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴത്തെയുള്ള ആ ഒരു രാശി വേദ ജ്യോതിഷ പ്രകാരം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ബുധൻ്റേതായ ഒരു സ്വഭാവം, നന്മ കാട്ടി നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ബുധനുണ്ട്. കാരണം ഇപ്പോൾ നീചമായ ആ ഒരു ഭാവത്തിലാണ്. പലരും നീചഭംഗം എന്നൊക്കെ പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് അനുകൂലമായി, ചിലർക്ക് അനുകൂലമായി വന്നാൽ കൂടി മറ്റുള്ളവർക്കത് ദോഷമായി വരും. ധനം ലഭിക്കും, പക്ഷേ നമ്മളെ അപകടകരമായൊരു സാഹചര്യത്തിലായിരിക്കും കൊണ്ടുപോകുക. അപ്പോൾ വളരെയേറെ കരുതലാണ് വേണ്ടത്. അതായത് ധനസംബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് തന്നെ നിങ്ങൾ കരുതേണ്ട ഒരു സമയമാണ്. രാശിക്ക് 10ാം ഭാവത്തിൽ സൂര്യൻ പോയി മറയുന്നതിനാൽ തന്നെ കുടുംബപരമായ രീതിയിലും സുഹൃത്തുക്കൾ തമ്മിലും തൊഴിലിടങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. തർക്കങ്ങൾ, വാക്ക് തർക്കങ്ങൾ, തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു രാശി നിലയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനീശ്വരൻ രാശിയുടെ 8ാം ഭാവത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടേതായ എതിരെ നിൽക്കുന്നവരിൽ നിന്നുമൊക്കെ ചില വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയും ഇവിടെ ഈ ഒരു സമയം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിൽ നമുക്ക് നേരെ കയ്യോങ്ങുന്ന ഒരു സാഹചര്യമൊക്കെയും അവിടെ വരും. നമ്മളുടെ ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ആവും ചിലപ്പോൾ നമുക്ക് നേരെ കയ്യോങ്ങുന്നത്. താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാകുമ്പോൾ തിരികെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട സാഹചര്യവും അവിടെ സൃഷ്ടിക്കും. അതുകൊണ്ട് ഈ 29-ാം തീയതിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറ്റം വരുന്നത്. ആ ഒരു സമയത്തിൽ നമുക്ക് ചെറിയൊരു മാറ്റം ഉണ്ടായി തുടങ്ങുന്നതാണ്. മിഥുനം രാശിക്കാർക്ക് യോജിക്കാത്ത പല നക്ഷത്രങ്ങളുമുണ്ട്, ചില രാശികളുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ആവാം, ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെ ആവാം അങ്ങനെയുള്ള നക്ഷത്രത്തിലൊക്കെ ഇരിക്കുന്നവർ. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ളവരാവാം, സുഹൃത്തുക്കളാവാം. ഇപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ധാരാളം തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവരുടേതായ ആ ഒരു ദശ അല്ലെങ്കിൽ അപഹാരം നടക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളുടേതായ ഒരു ശക്തി വളരെയേറെ കൂടുതലായി തന്നെ നിങ്ങൾക്ക് ബാധിക്കപ്പെടുന്നതായിട്ട് വളരെ അധികം അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ മിഥുനം രാശിയിൽ ജനിച്ചവർ ധനു ലഗ്നമായിട്ടാണ് നിൽക്കുന്ന ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ബുധൻ്റേതായ ഒരു ദശ നടക്കുമ്പോൾ വളരെയധികം ഈ രാശിക്കാർ ബാധിക്കപ്പെടുന്നത് തന്നെയാണ്.
നിങ്ങൾക്ക് പലപ്പോഴും തോന്നാം, പലരും പല രീതിയിൽ പറയുന്നുണ്ട്, എന്നാലും ഒരു കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. നല്ല ഫലങ്ങളായിരിക്കും പറയുക. അതിനുള്ള കാരണം ലഗ്നരീതിയായിട്ട് ഉള്ള ആ ഒരു ഫലത്തിലേക്ക് വരുമ്പോൾ രാശിയുടെ ആ ഒരു ദശകൾ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളായിരിക്കും അവിടെ സൃഷ്ടിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ലഗ്നത്തിനും രാശിക്കും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു പ്രഭാവമാണ് നിങ്ങളിലേക്ക് ആ ഒരു കാലഘട്ടങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതും പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് ചാടുന്നതും. നല്ലത് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. നല്ല ആ ഒരു ദശകൾ നടക്കുന്ന സമയത്ത് ആ ലഗ്നം കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഫലമായിരിക്കും നിങ്ങൾക്ക് തരിക. മിഥുനം രാശിക്കാർക്ക് വൃശ്ചികം രാശിയുമായിട്ടുള്ള ഇടപാടുകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ തന്നെയാവും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ കുടുംബത്തിൽ പിറന്ന ആൾക്കാരൊക്കെ തന്നെ വൃശ്ചികം രാശിയിലുള്ളവർ നിങ്ങൾക്കുള്ള കുടുംബത്തിനുള്ളിൽ ഉണ്ടാവും. എന്നാൽ അവർ നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ, അതുകൊണ്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഇവിടെ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. പരസ്പരം കലഹങ്ങൾ, വഴക്കുകൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ആ ഒരു വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് പരസ്പരമായ ഒരു ഉറച്ച രീതിയിലുള്ള ഒരു സ്നേഹം അവിടെ കാണില്ല. പരസ്പരം കലഹം തന്നെയായിരിക്കും. വൃശ്ചികം രാശിക്കാരൊക്കെ ആ ഒരു വീട്ടിനുള്ളിൽ ആ ഒരു നല്ലൊരു നമുക്ക് ചെയ്തില്ല എങ്കിൽ കൂടിയും പുറമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് വൃശ്ചിക രാശി വീട്ടിലുള്ളവരുടേതായ ഒരു കാര്യമല്ല, പുറമേ ഈ രാശിയിൽപ്പെട്ട ആരുമായിട്ടെങ്കിലും ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ച് ഒരു തൊഴിൽപരമായിട്ടോ മറ്റെന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ ആ സമയത്ത് കൂടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ നിൽക്കുമെങ്കിലും പുറമേ നമ്മളെ കുറ്റം പറഞ്ഞ് നമ്മുടേതായ വഴികൾ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ചിലപ്പോൾ ദ്രോഹികളൊക്കെ ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് കൂടെ നിന്നിട്ട് നമ്മളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം അവിടെ. കാരണം ഈ രാശികൾ തമ്മിലുള്ള ആ ഒരു പൊരുത്തമില്ലായ്മയാണ് അവിടെ ചിന്തിപ്പിക്കുന്നത്, അല്ലാതെ വ്യക്തിപരമായ രീതിയല്ല. രാശികൾ മനുഷ്യൻ്റേതായ ആ ഒരു ചന്ദ്രൻ്റേതായ ഒരു പ്രഭാവം വ്യക്തിത്വങ്ങളിലേക്ക് ബാധിക്കും. അതാണ് അവിടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവത്തെ നൽകുന്നത്. അപ്പോൾ അത് തമ്മിൽ ഇവിടെ യോജിപ്പ് വരില്ല. പ്രത്യേകമായിട്ടും വൃശ്ചികം രാശിയിൽ വരുന്ന ആ ഒരു വിശാഖ നക്ഷത്രം തീർച്ചയായിട്ടും ഈ മിഥുനം രാശിയിലുള്ളവർക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടുകൾ നൽകുന്നത് തന്നെയാണ്. അതായത് വൃശ്ചികം രാശിയിലുള്ള വിശാഖം വളരെയധികം ടോർച്ചറിങ്, കൂടെ ഇരുന്നിട്ട് നമ്മളെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു ഇത് കാണിക്കും. കാരണം പ്രസൻസിൽ നല്ല ഒരു ഭാവമായിരിക്കും കാട്ടുക എന്നെങ്കിലും നമ്മളുടേതായ കുടുംബത്തിനുള്ളിൽ നിന്നും അവർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കണ്ടിട്ടാവണം അങ്ങനെ നമ്മളോട് ഇടപെടുന്ന ഒരു സാഹചര്യം വരിക. അപ്പോൾ വളരെയേറെ ജാഗ്രത തന്നെയാണ് വൃശ്ചികം രാശിയിലെ ആ ഒരു വിശാഖവുമായിട്ടൊക്കെ ഇടപെടേണ്ടി വരിക. ഇനി മിഥുനം രാശിയുടെ കുടുംബത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, കുടുംബം സംബന്ധപ്പെട്ട വിഷയത്തിൽ ധനു രാശിയിൽ പിറന്ന ആരുമായിട്ടും യാതൊരുവിധ കാര്യങ്ങളും വച്ചു പുലർത്താൻ പാടുള്ളതല്ല. തൊഴിൽപരമായിട്ടാണെങ്കിൽ ശരി, മറ്റെന്ത് രീതിയിലും കുടുംബം സംബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ആ രാശിയിലുള്ളവരോട് സംസാരിക്കുവാൻ പാടുള്ളതല്ല. അവർ തന്നെ പിന്നീട് ഒരു ദ്രോഹിയായി മാറുന്ന ഒരു സാഹചര്യവും കുടുംബം നമുക്ക് നശിച്ചു പോകുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ അകാരണമായി മനോദുഃഖങ്ങൾക്കൊക്കെ ഇടയാകുന്ന പല കാര്യങ്ങൾക്കും അവർ കാരണമായി മാറും. ഞാൻ എടുത്തു പറയേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഏതൊരു രീതിയിലാവും ആ ഒരു കാര്യം നടക്കുക എന്ന്. നിങ്ങൾ തനിയെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരി, ഒരു കൂട്ടായിട്ടുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തി ആണെങ്കിലും ശരി, ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, ഈ മിഥുനം രാശിയിൽ പിറന്നവരാണെങ്കിൽ ഈ ധനു രാശിയിൽപ്പെട്ടവരുമായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടുന്നതിന് സമമാണ്. പ്രത്യേകമായിട്ടും ധനു രാശിയിലുള്ള ഉത്രാടം നക്ഷത്രക്കാരോട് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ പാടുള്ളതല്ല. കാരണം അത് എടുത്തു പറയേണ്ട ആവശ്യം തന്നെ അവിടെ വരുന്നില്ല. അതുപോലെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോൾ അകാരണമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് പിരിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ വരും. അതായത് മിഥുനം രാശിയിലെന്ന് പറയുമ്പോൾ മകയിരം, തിരുവാതിര, പുണർന്നം എന്നിങ്ങനെ 3 നക്ഷത്രങ്ങളാണല്ലോ. അപ്പോൾ ഇതിൽ 3 പേർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അതായത് പരസ്പരം, അതായത് മൂന്നാമതൊരു ഒരാളുടെ എൻട്രി അവിടെ വരുന്നതിനാൽ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് സത്യമായ കാര്യം. അതിനായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവിടെ കാരണമായി വരുന്നത് ഇടവം രാശിക്കാരാണ്. ആ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി അവിടെ എൻട്രി ലെവലിലേക്ക് എത്തുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും
നിങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഇടങ്ങളിലും അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ആ ഒരു രാശി കറക്റ്റായിട്ട് അവിടെ കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് മിഥുനം ലഗ്നം, മിഥുനം രാശി, നിങ്ങൾക്ക് വ്യാഴൻ്റെ ദശ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാകും യഥാർത്ഥമായ ഒരു കാര്യം. വ്യാഴൻ്റെ ദശ നടക്കുകയോ അല്ലെങ്കിൽ അപഹാരം നടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇടവം രാശിയിലെ മകയിരം നക്ഷത്രത്തിനെ കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് വളരെയധികം യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും ആണോ എന്ന് ചോദിച്ചാൽ ഒരു 50% പേർക്കെങ്കിലും അത് സംഭവിച്ചിരിക്കും. വ്യാഴൻ്റെ ഒപ്പം ചൊവ്വ അപഹാരമായി നടക്കുന്ന ഒരു സമയമാണെങ്കിൽ 100% അവിടെ അത് സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരൊക്കെ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ വളരെ അധികം ജാഗ്രത പുലർത്തി ഇരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി, വളരെ അധികം ജാഗ്രതയോടുകൂടി സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത്, അതായത് സ്വന്തമായ ഒരു മര്യാദ നമ്മുടേതായ ആ ഒരു ശരീരത്തിന് നൽകണം, മനസ്സിനും നൽകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രാശി മേടം രാശിക്കാരാണ്. മേടം രാശിക്കാർ വളരെ അനുകൂലമായ ആ ഒരു ഭാവത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ചിന്താഗതികളും ഒക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാരയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ മേടം രാശിയിൽപ്പെട്ട ആരെങ്കിലും, അശ്വതി, ഭരണി, കാർത്തിക എന്നിവർ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മിഥുനം രാശിയിൽപ്പെട്ട 3 നക്ഷത്രക്കാരും, അതായത് മകയിരം, തിരുവാതിര, പുണർതം എന്നീ 3 നക്ഷത്രക്കാരും വളരെ അധികം തന്നെ ജാഗ്രത പുലർത്തണമെന്നത് വളരെയേറെ അത്യാവശ്യമാണ്. കൃത്യമായ ടൈമിങ്ങിൽ അവർ നിങ്ങളുടെ ജോലിക്ക് പണി വച്ചു തരുന്ന ഒരു ഇത് തന്നെയാണ് ഉള്ളത്. തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അപാരപ്പെട്ട ചില പഴികളൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങൾ വരും. സമ്പത്തുപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തു തൊഴിലുമായിക്കോട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രാശിയിൽ നിന്നും പണി കിട്ടുന്ന കാലം തന്നെയാണ്. കാലമെന്നല്ല, വളരെയധികം എല്ലാ കാലവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രാശിയാണ് മേടം രാശി. പ്രത്യേകമായിട്ടും മേടം രാശിയിലെ കാർത്തിക നക്ഷത്രം മിഥുനം രാശിയിലുള്ളവർക്ക് 18ൻ്റെ പണിയായിരിക്കും നൽകുക. കാരണം അവരുടെ ചിന്താഗതികൾക്കനുസൃതമായിട്ടുള്ള ആ ഒരു പ്രഭാവം നമ്മളിൽ നിന്നും ലഭിച്ചില്ല എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളറിയാതെ തന്നെ നമുക്ക് പണി തന്നിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ ചിന്തിക്കാം, എല്ലാവരോടും നമുക്ക് രാശിയും നക്ഷത്രവും ചോദിച്ചിട്ട് ഇടപഴകാൻ പറ്റുമോ എന്ന്. ഒരിക്കലുമില്ല, അത് നമുക്ക് സാധിക്കുകയുമില്ല. എന്താ നക്ഷത്രം, എന്താ രാശി എന്ന് ചോദിച്ച് നമുക്ക് തൊഴിലിടങ്ങളിൽ പ്രവൃത്തി ചെയ്യാനാവില്ല. എന്നാൽ പണി കിട്ടുമ്പോൾ ഉറപ്പിച്ചു കൊള്ളുക, അത് ഈ രാശിയിൽപ്പെട്ട ഇന്ന നക്ഷത്രക്കാരിൽ നിന്നുമാണ് അല്ലെങ്കിൽ നക്ഷത്രക്കാരിയിൽ നിന്നുമാണ് എന്ന് ഉറപ്പിച്ചു കൊള്ളുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. രാശിയിലുള്ളവർ നന്നായിരിക്കണമെങ്കിൽ ആ രാശിക്കാർ തന്നെയാണ് അതിനുള്ള മുൻകരുതലുകളും എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതും. ആരും പറയുന്നത് കേൾക്കില്ല, ഞാനിങ്ങനെയേ ഇരിക്കൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മറ്റാർക്കും തടയുവാനും കഴിയില്ല. ഇതേപോലെ തന്നെ തൊഴിലിടത്തിൽ ചിങ്ങം രാശിയിൽപ്പെട്ട ഉത്രം നക്ഷത്രവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം നിങ്ങൾ തൊഴിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു സ്ഥാപനമോ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ആയിട്ട് തന്നെ അവരുടേതായ ഒരു സ്ഥാപനവും ഉണ്ടായി നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അതുവഴിയൊക്കെ വരുന്നൊരു സാഹചര്യം. അത് എവിടെയാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെ അവരുടേതായ ഒരു രീതി കണ്ടെത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചിങ്ങം രാശിയിലെ ഉത്തര നക്ഷത്രക്കാരെയും വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇടപെട്ട് പോകുവാനായിട്ട്. വളരെ അധികമായിട്ട് തന്നെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. കാരണം ഇനി അടുത്ത വീഡിയോസിലൊക്കെ അതിൻ്റേതായ ഒരു ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പൊതുവായിട്ടുള്ള ആ ഒരു ഗ്രഹങ്ങളുടേതായ ഒരു സ്ഥിതി വിവരക്കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ഒരു ഫലത്തെ അല്ല ഇവിടെ പ്രദാനം ചെയ്യുന്നത്. പിന്നെ ജീവിത അവസാനം വരെയും നമുക്ക് ദ്രോഹം ചെയ്യുന്നത്, അതായത് കുടുംബപരമായും തൊഴിൽപരമായും മറ്റു പല വഴികളിലൂടെയും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന ചില രാശികളെക്കുറിച്ചും ചില നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലൊക്കെ നല്ല അനുഭവങ്ങളും പലർക്കും തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം. കാരണം വീഡിയോ ദൈർഘ്യമൊക്കെ വളരെയധികം കൂടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വളരെയധികം നല്ല കാര്യങ്ങളായിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറയുക. അതിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാകും. ഈ നെഗറ്റീവ്സിൽ നിന്നൊക്കെ നിങ്ങൾ വളരെയധികം പോസിറ്റീവ് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ്. കാരണം സ്വയം ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും മനസ്സിലാകും, അത് അനിവാര്യമായിരുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ശുഭം.